ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 മനസ്സ് നന്നാവട്ടെയിലെ 3ാമത്തെ പാഠഭാഗമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഇതിനു മുമ്പുള്ള പനിനീർ പൂവിൻ്റെയും അതേപോലെ താളുകളുടെയിലൊരു മയിൽപ്പീലി തുടങ്ങിയ പാഠഭാഗങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗം 1985 മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനിലേക്ക് തള്ളുന്ന വിഷയം. ഇപ്പോൾ ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വളരെ വേഗത്തിലാണ് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ടെക്നോളജികളാണ്, അങ്ങനെ എല്ലാവരും ബിസിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? നമ്മുടെ കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛന്, അമ്മ, സഹോദരന്മാർ, മുത്തശ്ശൻ തുടങ്ങിയ എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് എന്താണ് ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇന്ന് കാലം മാറുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ജീവിത രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലുള്ള കൂട്ടുകുടുംബങ്ങളൊന്നും ഇല്ല. ജോലിക്കും പഠനത്തിനും വേണ്ടി വീടുകൾ വിട്ട് ദൂരേക്ക് പോകുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പണ്ട് ജോലിക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ആൾക്കാർ വളരെ കുറച്ച് മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് അത് സർവ്വസാധാരണമാണ് അല്ലേ. അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഇന്നും 1985 വന്ന ഒരു ചലച്ചിത്രമാണെങ്കിലും ഇന്നും വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള ഒരു ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. അപ്പം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. സീൻ 31. പകൽ. പറമ്പിൽ ആടിനെ അയച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. അമ്മ: എനിക്കെന്തോ നരച്ചിൽ. ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. മെല്ലെ അംബിക: ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. അത് കേൾക്കാത്തതുപോലെ. ബിന്ദു: കുഴപ്പം ഉണ്ടെന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടായി. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പറ്റിയൊരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടിയാകുമ്പോൾ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാമോ. അങ്ങനെയൊരു സ്ഥലം അമ്മയെ കൊണ്ട് ചെന്ന് കാണിക്കാൻ പോവുക. അപ്പോൾ അമ്മ: എന്നിട്ട്? ബിന്ദു: എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡയറീസും പീരിയോഡിക്കൽസൊക്കെ കിട്ടും. ദിവസം ഡോക്ടർ വരും, നോക്കും, അത്ര തന്നെ. ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷെ കുറേ കൂടി കംഫർട്ടബിളായിട്ടുള്ള ഒരു വീട്. അപ്പോൾ പ്രത്യേകിച്ചൊരു പണിയുമില്ല. വീഡിയോ കാണാം, പ്രാർത്ഥിക്കാം, വ്യായാമം ചെയ്യാം, എല്ലാ സൗകര്യവും ഉണ്ട് എന്നൊക്കെ ബിന്ദു പറയാണ്. അപ്പം ബിന്ദു അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയെന്ന്. ബിന്ദു: അമ്മ അത്തരം ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അമ്മയോട് ചോദിക്കണം, അങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ: സ്വർഗ്ഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയും ഇല്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെ കൂടെയൊക്കെ ഉണ്ട്. അംബിക ചിരിച്ചു. ബിന്ദു: അയ്യേ അമ്മ, ഇത് സ്വർഗ്ഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. അപ്പം അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, പ്രത്യേകിച്ചൊരു പണിയില്ലാത്ത സ്ഥലം എന്ന് ഞാൻ കേട്ടിരിക്കുന്ന സ്വർഗ്ഗലോകമാണ്. അപ്പം സ്വർഗ്ഗലോകമല്ല, ഇത് ശരണാലയമാണെന്ന് ബിന്ദു തിരുത്തി കൊടുക്കുകയാണ്. ഇനി അടുത്തത് സീൻ 32. വീട് പുറത്ത്. ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി. അമ്മ: നാരായണൻകുട്ടി ഇതുവരെ ഇതെല്ലാം കേട്ടായിരുന്നോ? നാരായണൻകുട്ടി: ഓ. അമ്മ: ഇവിടെ വിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടിയുടെ മൗനം ഗോപനെ ലേശം ചുണ്ടി പിടിപ്പിച്ചു. ഗോപൻ: ഞാൻ ചേട്ടനുമായി ഇതെല്ലാം ആലോചിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഇളയ മകനാണ് ഗോപന്
അപ്പോൾ ഗോപനും അവരുടെ വേറൊരു മകനാണ് നാരായണൻകുട്ടി. അവർ തമ്മിലുള്ള ഒരു സംസാരമാണ്. അപ്പോൾ അമ്മ ആണോടാ നാരായണൻ്റെ ഏതാണ്ടെല്ലാം പറഞ്ഞു അമ്മ. അപ്പോൾ നീയും കൂടി അറിഞ്ഞോണ്ടായിരുന്നോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവർ നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വരുന്നു. നാരായണൻകുട്ടി, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങാൻ മണി കുറേ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് ഈ വീട് കൊടുത്താലോ എന്നവനോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലെ വീട് എനിക്കതിൽ തലയിടാൻ ഒക്കുകയില്ല. ഗോപനും ലേശം ചൂട് കയറി. അപ്പം നാരായണൻ ബാംഗ്ലൂരിൽ ഗോപന് ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പം പണം കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഓഹരിയായിട്ടാണ് വീടും പറമ്പും വിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം വീടും പറമ്പും അനുജൻ്റെ ഓഹരിയാണ്. അപ്പം തനിക്കതിൽ ഇടപെടാനാവില്ല എന്നാണ് നാരായണൻകുട്ടി പറയുന്നത്. ഗോപൻ, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറേ കൂടി നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിലിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ചേട്ടനെ ഉദ്ദേശിച്ചു അതിനാരും തയ്യാറാവുന്നില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഗോപൻ ഇങ്ങനെ കാര്യങ്ങൾ പറയാണ്. അംബിക പെട്ടെന്ന് ഇടപെട്ട് കേട്ടു. വീടും പറമ്പും ഗോപൻ്റെ ഷെയറാണ്. അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോളണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ എന്ന് പറയുകയാണ്. അപ്പം വീടും പറമ്പും ഗോപൻ്റെ ഷെയർ അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യണം. അമ്മ ആരുടെയും പ്രത്യേക ഷെയറിലല്ല എന്ന് നാരായണൻകുട്ടിയുടെ ഭാര്യ അംബിക പറയാണ്. സീൻ 60 തിങ്കളാഴ്ച രാവിലെ അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണി സഞ്ചി പോലും. എല്ലാവരും ഉണ്ട്. 2 മക്കളും അവരുടെ കുടുംബവും വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷനും ഒക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. കാറിനടുത്ത് എത്തി അമ്മ നിന്നു. എന്നാൽ ആരോടും മിണ്ടിയില്ല. കുട്ടിയെ വാരി പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പൽ ഒതുക്കാൻ ബന്ധപ്പെട്ടു. പോട്ടെ മക്കളെ, അമ്മൂമ്മ അവിടുന്ന് ഫോൺ ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇന്നിപ്പോൾ എന്താ വിളിക്കുക? നാളെ വിളിക്കാം. എപ്പോൾ? നാളെ രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അമ്മയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ചു. എല്ലാവരോടുമായി. അമ്മ, പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചുകൊണ്ട് അതവൾക്കാം. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലെ വീതിച്ചു കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു. നടക്കുമെന്ന് തോന്നില്ല. എന്തെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. നാരായണൻകുട്ടി അസ്വസ്ഥനായി. അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്നോർത്ത പോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള. ഞാനിപ്പോൾ എങ്ങോട്ടോ പോവുകയാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനിട്ട് അങ്ങോട്ട് വരരുത്. ഉള്ളവർ പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടിച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ നെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു. അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെയോ നിന്നോ വേറൊന്നുകൂടി. പത്മരാജൻ്റെ തിരക്കഥകൾ. പി. പത്മരാജൻ എഴുതിയ വളരെ പ്രസക്തമായ ഒരു സിനിമയാണ്. അപ്പോൾ അമ്മയെ വൃദ്ധസദനിലേക്ക് മക്കൾ തള്ളിവിടുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു സിനിമയാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കണ്ടെത്തി എഴുതാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതാം. അപ്പം നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്. അപ്പോൾ അമ്മ അത് എന്തുകൊണ്ടായിരിക്കാം പറഞ്ഞത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇനി നമുക്ക് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം കണ്ടെത്തി എഴുതാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക.
അപ്പോൾ അമ്മ ലാസ്റ്റ് പറയുന്നൊരു വാക്കാണ്, എന്താണ്, എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളേർ പോലും അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത്. അങ്ങനെ അമ്മയെ പറയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. മക്കളുടെ സ്വാർത്ഥപരമായ തീരുമാനങ്ങളും സ്വന്തം ഇഷ്ടങ്ങൾ അവഗണിക്കപ്പെടുന്നതുമാണ് ഇതിൽ പ്രധാനമായത്. പറമ്പിലെ ആടിനെയും പശുവിനെയും നോക്കി വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ഒരമ്മയെയും ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും അവസാനിപ്പിക്കുന്നു എന്ന വ്യാജേന ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ മക്കൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. തൻ്റെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആധുനിക സൗകര്യങ്ങളിലുള്ള ശരണാലയത്തിലേക്ക് പറിച്ചു നടേണ്ടതില്ലെന്ന് അമ്മ ആവർത്തിച്ചു പറയുമ്പോഴും മക്കൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ വീണ്ടും പറമ്പുമാണ് അമ്മയുടെ ജീവിതം. തൻ്റെ എല്ലാ ഓർമ്മകളും സ്വപ്നങ്ങളും കൂടുകൂട്ടിയിരിക്കുന്ന ഈ തറവാട് സാമ്പത്തിക ലാഭത്തിനായി വിൽക്കാനുള്ള മക്കളുടെ തീരുമാനം അമ്മയുടെ ആത്മാവിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. ആഴത്തിലുള്ള വഞ്ചനയുടെയും ഒറ്റപ്പെടലിൻ്റെയും വേദനയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. താൻ ഇത്രയും കാലം സ്നേഹിച്ച് വളർത്തിയ മക്കൾ സ്വന്തം കാര്യങ്ങൾക്കായി തങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ആ ആത്മാഭിമാനം പ്രതിഷേധമായി മാറുന്നു. എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്, പിള്ളേർ പോലും എന്ന വാചകത്തിലൂടെ തങ്ങളെ തള്ളിപ്പറഞ്ഞവരുമായി ഇനിയൊരു ബന്ധവും വേണ്ടെന്നും ആ വാതിൽ എന്നേക്കുമായി അടഞ്ഞുവെന്നും അമ്മ പ്രഖ്യാപിക്കുന്നു. ഇത് മാതൃസ്നേഹത്തിൻ്റെ അവസാനത്തെ പ്രതിഷേധവും ഹൃദയം തകർന്ന ഒരു മനസ്സിൻ്റെ നിസ്സഹായമായ പ്രഖ്യാപനവുമാണ്. ഇനി നമുക്ക് അടുത്തത് ഉപന്യാസം നോക്കാം. വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയെ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജൻ ചിത്രത്തിലെ ഈ സംഭാഷണ ശകലം കേവലം ഒരു സിനിമയിലെ വാക്കുകൾക്കപ്പുറം സമകാലിക കേരളത്തിൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ദർപ്പണമാണ്. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ എന്ന ചോദ്യം സ്വത്ത് ബന്ധങ്ങൾക്ക് മനുഷ്യബന്ധത്തേക്കാൾ പ്രാധാന്യം ലഭിക്കുന്ന ആധുനിക കുടുംബഘടനയിലെ വൈകാരിക ശൂന്യതയാണ് അടയാളപ്പെടുത്തുന്നത്. മക്കളുടെ സ്വാർത്ഥപരമായ തീരുമാനം, സ്വന്തം ഇഷ്ടങ്ങൾ അവഗണിക്കപ്പെടുന്നതാണ് ഇതിൽ പ്രധാനമായത്. പറമ്പിലെ ആടിനെയും പശുവിനെയും നോക്കി വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ഒരമ്മയെ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും അവസാനിപ്പിക്കുന്നു എന്ന വ്യാജേന ഒരു വൃദ്ധസദനത്തേക്ക് മാറ്റാൻ മക്കൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. തൻ്റെ സന്തോഷവും സമാധാനവുമായ നിറഞ്ഞ ജീവിതം ആധുനിക സൗകര്യങ്ങളുള്ള ശരണാലയത്തിലേക്ക് പറിച്ചു നടേണ്ടതില്ലെന്ന് അമ്മ ആവർത്തിച്ചു പറയുമ്പോഴും മക്കൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ വീടും പറമ്പുമാണ് അമ്മയുടെ ജീവിതം. തൻ്റെ എല്ലാ ഓർമ്മകളും സ്വപ്നങ്ങളും കൂടുകൂട്ടിയിരിക്കുന്ന ഈ തറവാട് സാമ്പത്തിക ലാഭത്തിനായി വിൽക്കാനുള്ള മക്കളുടെ തീരുമാനം അമ്മയെ വിഷമത്തിലാക്കുന്നു. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം വളരെ പ്രകടമാണ്. ഒരുമിച്ച് താമസിച്ചിരുന്ന കൂട്ടുകുടുംബങ്ങൾ അപ്രത്യക്ഷമായി. തൊഴിലിനും സൗകര്യങ്ങൾക്കും വേണ്ടി മക്കൾ സ്വന്തം കൂടുകൾ തേടി നഗരങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി. ഇത് പ്രായമായ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തി. തിരക്കഥയിൽ അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ മക്കൾക്ക് ഒരു മടിയുമില്ലാത്തത് ഈ ഒറ്റപ്പെടലിൻ്റെ പരിണിതഫലമാണ്. വലിയ വീടുകൾ വിൽക്കാനും ഫ്ലാറ്റുകൾ വാങ്ങാനും അവർക്ക് എളുപ്പത്തിൽ കഴിയുന്നു. കാരണം ആ വലിയ വീടുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ മൂല്യം കുറവാണ്. വീടും പറമ്പും ഗോപൻ്റെ ഷെയർ എന്ന വാദം മനുഷ്യബന്ധങ്ങളെ വിലയിരുത്തുന്നതിൽ പണത്തിനും സ്വത്തിനും വന്ന അമിത പ്രാധാന്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കൽ വൈകാരികമായി ആഴമുണ്ടായിരുന്ന വീടും പറമ്പിലെ മരങ്ങളും വളർത്തുമൃഗങ്ങൾ പോലും അമ്മയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നിട്ടും മക്കൾക്ക് അതൊരു വിൽപ്പന ചരക്ക് മാത്രമാണ്. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങാനുള്ള പണത്തിനായി വീട് വിൽക്കാൻ തയ്യാറാകുന്നതും തങ്ങളുടെ ഷെയറിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതും ബന്ധങ്ങളിൽ ധാർമ്മികമായ കടമകൾക്കപ്പുറം നിയമപരവും സാമ്പത്തികവുമായ ലാഭക്കണക്കുകൾക്ക് മുൻതൂക്കം ലഭിക്കുന്നതിൻ്റെ സൂചനയാണ്. അമ്മയുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ചലച്ചിത്രാസ്വാദന സദസ്സാണ്. പത്മരാജൻ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. സിനിമയെക്കുറിച്ച് ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുക.
അപ്പോൾ നമുക്കൊരു ചലച്ചിത്ര ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. തിങ്കളാഴ്ച നല്ല ദിവസം എന്നത് ഒരു കാലഘട്ടത്തിൻ്റെ നേർചിത്രവും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലാസിക് സിനിമയുമാണ്. പത്മരാജൻ്റെ ഏറ്റവും മികച്ച സംവിധാനങ്ങളിലൊന്നാണ് ഈ ചിത്രം. സംഭാഷണങ്ങളിലൂടെയല്ല, മറിച്ച് ദൃശ്യങ്ങളിലൂടെയും കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ ഭാവങ്ങളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ മാവിനോടുള്ള അടുപ്പവും വീടിനോടുള്ള വാത്സല്യവും അവസാന രംഗത്തിലെ ആത്മാഭിമാനം തുളുമ്പുന്ന വാക്കുകളും പത്മരാജൻ്റെ സംവിധാന മികവിന് ഉദാഹരണങ്ങളാണ്. അമ്മയുടെ നോട്ടങ്ങൾ, നെടുവീർപ്പുകൾ, മക്കളുടെ ഇടപഴകലുകളിലെ അകൽച്ച, വീട്ടിലെ സാധനങ്ങളോടുള്ള അവരുടെ മനോഭാവം, ഇവയെല്ലാം കഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. മാവ് മുറിക്കുന്ന രംഗത്തിലെ അമ്മയുടെ വേദനയും പശുവിൻ്റെ നിസ്സഹായതയും അമ്മയുടെ അവസാന വാക്കുകൾക്ക് ശേഷമുള്ള മക്കളുടെ മുഖഭാവങ്ങളും ഈ സൂക്ഷ്മചലനങ്ങളിലൂടെ പ്രേക്ഷകനിലേക്ക് ആഴത്തിൽ സംവദിക്കുന്നു. ഇനി നമുക്ക് അടുത്തതൊരു സംവാദമാണ്. പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ? നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട്? കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക. അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. അനുകൂലിക്കുന്നവർ എന്ന യുവജനങ്ങൾ തൊഴിൽ നേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതമായി പാർപ്പിക്കുന്ന ഇടങ്ങളാണ് വൃദ്ധസദനങ്ങൾ. പ്രതികൂലിക്കുന്നവർ പറയുന്നത് എന്താണ്? കുടുംബഘടനയിലും ബന്ധങ്ങളിലും വന്നു ചേർന്ന വിള്ളലുകളാണ് വൃദ്ധസദനങ്ങൾക്ക് കാരണം. അനുകൂല ചിന്താഗതികൾ. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് സംരക്ഷണം, പകൽ വീടുകൾ, അവിടെ സമാന ചിന്താഗതിക്കാരോടൊത്തുള്ള ഇടപെടലുകൾ, ജീവിത സായാഹ്നത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം, ഇതൊക്കെ അനുകൂല ചിന്താഗതികളാണ്. വൃദ്ധസദനത്തിലേക്കുള്ള ആളുകളെ കൊണ്ടാക്കാനുള്ളതിൻ്റെ അനുകൂല ചിന്താഗതികളായിട്ട് നമുക്കിതൊക്കെ എഴുതാം. നഗരവൽക്കരണം, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, തിരക്കേറിയ ജീവിതം എന്നിവ മാതാപിതാക്കളെ പരിപാലിക്കാൻ സമയം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. വൃദ്ധസദനങ്ങൾ ഈ സാഹചര്യത്തിൽ വിദേശത്തും ദൂരദേശത്തും ജോലി ചെയ്യുന്ന മക്കൾക്ക് മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വവും മികച്ച പരിചരണവും ഉറപ്പാക്കാൻ വൃദ്ധസദനങ്ങൾക്ക് സാധിക്കുന്നു. വൈദ്യസഹായം, സാമൂഹിക ഇടപെടലുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. ഇനി പ്രതികൂലിക്കുന്നവർ എന്തെല്ലാം പറയാം? പരിഗണിക്കപ്പെടേണ്ട സമയത്ത് അവഗണിക്കപ്പെടുന്നു. ആരോഗ്യമുള്ളവർ അധ്വാനത്തിലൂടെ നേടിയതെല്ലാം ആസ്വദിക്കുന്ന തലമുറ പ്രായമാകുമ്പോൾ അവരെ മറക്കുന്നു. വൃദ്ധരെയും അവരുടെ വാർദ്ധക്യ പ്രശ്നങ്ങളെയും യുവതലമുറ മറക്കുന്നു. വൃദ്ധസദനങ്ങൾ പെരുകുന്നത് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം വരുത്തിയ സാമൂഹിക ബന്ധങ്ങളിലെ വിള്ളലിൻ്റെ സൂചനയാണ്. സ്നേഹബന്ധങ്ങൾക്ക് പകരം സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു. മാതാപിതാക്കളെ നോക്കേണ്ടത് മക്കളുടെ ധാർമ്മികമായ കടമയാണ്. വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടത് കുടുംബത്തിൻ്റെ സ്നേഹവും സാമീപ്യവുമാണ്, അല്ലാതെ ഭൗതിക സൗകര്യങ്ങൾ മാത്രമല്ല. വൃദ്ധസദനങ്ങളിൽ വൈകാരിക ശൂന്യത നിലനിൽക്കാം. അപ്പോൾ നമുക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദഗതികൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങളുമായുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ കഥാപാത്രം കാലം മാറുന്നതിനനുസരിച്ച് കുടുംബ ബന്ധങ്ങൾക്ക് സംഭവിക്കുന്ന ശിഥിലീകരണത്തെയും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ വേദനയെയും വരച്ചു കാട്ടുന്ന കരുത്തുറ്റ പ്രതീകമാണ്. നിസ്സഹായതയിലും ആത്മാഭിമാനം മുറുകെ പിടിക്കുന്ന ഈ കഥാപാത്രം തിരക്കഥയുടെ ആത്മാവായി നിലകൊള്ളുന്നു. അമ്മ സ്വന്തം ഭൂമിയെയും വളർത്തുമൃഗങ്ങളെയും ആഴത്തിൽ സ്നേഹിക്കുകയും അവയെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ഗ്രാമീണ സ്ത്രീയാണ്. ലളിതവും പ്രകൃതിയോട് ഇഴചേർന്നതുമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന അവർക്ക് നഗരത്തിലെ ആധുനിക സൗകര്യങ്ങളോ വൃദ്ധസദനത്തിലെ സുഖങ്ങളോ ആവശ്യമില്ല. എനിക്കെന്തോ അലച്ചിൽ എന്ന ചോദ്യം താൻ ഒറ്റയ്ക്കല്ലെന്നും തനിക്ക് അലച്ചിലുകൾ ഒന്നുമില്ലെന്നും തൻ്റെ ലോകത്തിൽ താൻ സന്തുഷ്ടയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന അവരുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. അന്തസ്സും ആത്മാഭിമാനവും ഏറെയുള്ള വ്യക്തിയാണവർ. മക്കൾ അവരുടെ ഇഷ്ടങ്ങളെ മാനിക്കാതെ പെരുമാറുമ്പോൾ അവർ നിശബ്ദയായി വേദനിച്ചെങ്കിലും അവസാന നിമിഷം തൻ്റെ നിലപാടുകൾ വെട്ടി തുറന്നു പറയുന്നു. വീട് വിൽക്കുന്നതിനെക്കുറിച്ച് നാരായണൻകുട്ടി ഒളിച്ചു വെച്ചതറിഞ്ഞപ്പോൾ അമ്മയുടെ സ്വരത്തിൽ ഒരു വിതുമ്പൽ വരുന്നത് ആ മനസ്സ് എത്രമാത്രം മുറിവേറ്റു എന്ന് കാണിക്കുന്നു. എന്നിട്ടും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് അവസാനമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക പ്രസന്നത മുഖത്ത് വരുത്തി നിൽക്കുന്നത് അവരുടെ ആത്മാഭിമാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. താൻ ദുർബലയല്ലെന്നും തങ്ങളുടെ തീരുമാനങ്ങളെ
തനിക്ക് വകയില്ലെന്നും മക്കളെ അറിയിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം അത്. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് പിള്ളേർ പോലും എന്ന വാക്കുകൾ അമ്മയുടെ ഏറ്റവും കരുത്തുറ്റ നിലപാടാണ്. തന്നെ ഉപേക്ഷിച്ചവരുമായി ഇനിയൊരു ബന്ധം വേണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഇത് കേവലം ദേഷ്യമല്ല, മറിച്ച് ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്ത ആത്മാഭിമാനത്തിൻ്റെ പ്രതികരണമാണ്. തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം തന്നെ ഓർക്കുന്ന ബന്ധങ്ങളെ അവർക്കും ആവശ്യമില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇനി അടുത്തത് അറിയാൻ പ്രയോഗിക്കാം. പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വാക്കുകൾ ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് ചർച്ച ചെയ്യും. ഇതുപോലെ കൂടുതലുള്ള വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. ഒരേ ആശയം ആവർത്തിച്ച് അറിയുന്നത് 2 വാക്യങ്ങൾ ഒരുമിപ്പിച്ച് ഒറ്റ വാക്യമാക്കുന്നതിനെ കുറിച്ചാണ്. അതായത് വാക്യങ്ങളെ ചുരുക്കി ഒരൊറ്റ വാക്യമാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മീന വന്നു, രാധ വന്നു, മീനയും രാധയും വന്നു. അവൻ ഓടി, അവൻ ചാടി, അവൻ ഓടുകയും ചാടുകയും ചെയ്തു. ഇതുവരെ ചർച്ച ചെയ്തത് മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം പി പത്മരാജൻ്റെ ഒരു 1985 സംവിധാനം ചെയ്ത ഒരു ചലച്ചിത്രമാണ്. പക്ഷേ ഇന്നും സാമൂഹിക പ്രസക്തിയുള്ള ഒരു ചലച്ചിത്രം തന്നെയാണ്. ഇതിലെ അമ്മ ഒരു നല്ലൊരു കരുത്തുറ്റ കഥാപാത്രമാണ്. അപ്പോൾ നമ്മളിതിനെ വിശദമായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്